പ്രോഗ്രാമിൻ്റെ റേറ്റിംഗ് ആകെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരു സൈഡിൽ നിന്ന് പ്രൊഡ്യൂസർ വിളിക്കുന്നു. ഞാൻ അമ്മയെ കാണാൻ പോയിട്ട് ഒരാഴ്ചയായി. എടി എനിക്കൊരു കാര്യത്തിൽ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജീന, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. പക്ഷെ നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക. ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നു. മനീഷിന്റെ ദുബായ് പ്രോഗ്രാമിന്റെ കാര്യം നീ ഡാഡിയോട് പറഞ്ഞോ? മനീഷ് കുറച്ചുകൂടി നല്ല പൊസിഷൻ എത്തുമ്പോ ഡാഡി ഹാപ്പി ആവും. നീ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്ക്. ഡാഡി, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. നീ എന്റെ ഭാഗത്തൊന്നും കൂടെ ആലോചിച്ച് നോക്ക്. ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ പോയിട്ട് വഴിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ വരുമോ ക്ലീറ്റസേ? എടോ ഗിരി, അവന് വരാൻ പറ്റില്ലെങ്കിൽ അപ്പം തന്നെ പറഞ്ഞില്ലേ? അതും കറക്റ്റാണ്. അത് ശരി, നിങ്ങളുടെ പെരുന്നാൾ ഇനിയും കഴിഞ്ഞില്ലേ? ഒന്നും പറയണില്ല മനുഷ്യ. പള്ളി പെരുന്നാളിനാകെ നാട്ടിൽ പോണത്. അടിച്ച് വിറ്റായി വണ്ടി എടുക്കാൻ പറ്റുക. അത് പിന്നെ കൊടുക്കാത്ത പെട്രോളിംഗ് അല്ലേ? വിളിച്ചത് ബുദ്ധിമുട്ടായോ? ചുമ്മാ പാതിരാത്രിക്ക് നിന്ന് ഫോർമാലിറ്റിക്കകത്ത് ചേട്ടന്മാർ വന്ന് വണ്ടി കയറി പോലെ വാ. ഇത് പിടിച്ചു തണ്ടാക്കി കയറ്, ഞാൻ ഫ്രണ്ടിൽ കയറാം. പോയേക്കാം അല്ലേ? ഓ, എത്ര കാലമായെന്നറിയോ ഒരു പള്ളി പെരുന്നാളിനൊക്കെ പോയിട്ട്. ഓഹ്, കുഞ്ഞിലെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ആണോ? വെടിക്കെട്ടും ബാൻഡ് മേളവും ഉണ്ടായിരുന്നു ഇന്ന്. ബാൻഡ് വേണോ? ആ, മാനസകളിൽ പാടിക്കാണോ അല്ലേ? ഏ അതെന്താണ്? അവരുടെ ഒരു ഫേവറേറ്റ് ഐറ്റം അല്ലേ മാനസകളിൽ? ഓ, ബാൻഡ്. അയ്യോ, കേട്ടിട്ടില്ലേ? ധ്വനിയിലെ പാട്ടാണ്, അടിപൊളിയാണ്. മാനസനിലയിൽ ആ എങ്ങനെയുണ്ട്? അല്ല, ഈ ശ്രീകുമാർ സാറിനെ നിങ്ങൾക്കറിയോ? ശ്രീകുമാർ സാറിനെ അറിയോ? എന്താ വിഷയം? അല്ല, ഞാൻ സാറിനെ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ. പുള്ളിയുടെ വണ്ടി എൻ്റെ വർക്ക്ഷോപ്പിലാണ് ശരിയാക്കുന്നത്. ഓക്കെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേ? ഇല്ല, ഒന്നുമില്ല, അത് ശരിയാവില്ല. ഏയ്, ഒന്നുമില്ല. എന്ത്? ഒരു സെക്കൻഡ്, മൂത്രം ഒഴിക്കട്ടെ. ഓ, അവനെന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും. ഉണ്ടാവും. അല്ലാണ്ട് അവനങ്ങനെ ചോദിക്കുമോ? ഇനി എന്ത് ചെയ്യും? ചെയ്തല്ലേ പറ്റൂ. ഇനി നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടില്ല.
എന്തായാലും ചെയ്യണം. മോളെ, ഞാനൊരു തീരുമാനമെടുത്തു. നിന്റെയും മനീഷിൻ്റെയും കാര്യത്തിൽ നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ. ഡാഡി ശരിക്കും? മനീഷിനോട് ഇതിപ്പോൾ പറയാൻ നിൽക്കണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഭക്ഷണം എടുത്ത് വയ്ക്കുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ ഡാഡി. അപ്പൊ ജീനയെ അറിയായിരിക്കുമല്ലോ അല്ലേ? അതാരാ? ശ്രീകുമാർ സാറിന്റെ മോള് ജീന. ഓ ഹോ ഹോ. എൻ്റെ ഗേൾഫ്രണ്ട് ആണ് കേട്ടോ. കുറച്ച് കാലമായിട്ട് റിലേഷൻഷിപ്പില്ല. സാറിനത് അത്ര താല്പര്യമില്ല. പിന്നെ ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാട് അല്ലേ? ശ്രീകുമാർ സാറിനോട് സംസാരിച്ചു നോക്കിക്കോട്ടെ. ഞാനത് ആലോചിച്ചു, ശരിയാവില്ല. ഹലോ ഹലോ, മോനെ മനു, അമ്മാനാടാ. അമ്മയ്ക്ക് നല്ല സുഖമില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എവിടെ? മേരിമാതയിലാണോ? അതേ മോനെ, മോൻ പെട്ടെന്ന് വരണം, ഐസിയുല. ഗതികെട്ട പുലി പുല്ലു തിന്നു, പുല്ലു തിന്ന പുലിക്കുന്ന പുലിവാല്. ജാനകിയുടെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലേ? ആളെ കൊല്ലല്ലാതെ വേറെ എന്തെങ്കിലും പണി വരുമോ സാർ? അവനൊരു പാവം പയ്യനാ സാറേ. നിങ്ങൾക്ക് അവനെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു അല്ലേ? അവനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാർ ഇന്നലെ ഞങ്ങൾ ഫുൾ പ്രിപ്പയർഡ് ആയിരുന്നു. സാറിൻ്റെ മോളവൻ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? അവനവൻ്റെ അമ്മയെ നോക്കണതാണ് സാർ. സാറിൻ്റെ മോളവൻ പൊന്നു പോലെ നോക്കും. നിങ്ങളെനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എൻ്റെ പണം സാറിൻ്റെ പണം ഞങ്ങൾ തരും. അതിപ്പോൾ ആരെ കൊന്നിട്ടായാലും. മനീഷ് നല്ല പയ്യനാ, മിടുക്കന. ചേട്ടാ, അമ്മയെ റൂമിലേക്ക് മാറ്റി കേട്ടോ. ആ പിന്നെ ജീന വിളിച്ചായിരുന്നു. അവളുടെ ഡാഡി ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചെന്ന്. ഓ കലക്കിലോ. പിന്നെ അപ്പൊ എന്തായാലും ഇന്ന് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? പൊളിക്കാം നമുക്ക്. അപ്പൊ കിരിച്ചേട്ടനോടും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. ഓ ശരി ശരി ശരി, ഞാൻ തിരിച്ചെത്തിയിട്ട് വിളിക്കാം. ഓ എടോ, ആ ശ്രീകുമാർ സാർ തങ്കപ്പെട്ട മനുഷ്യനാടോ. ആള് കല്യാണത്തിന് സമ്മതിച്ചു. ആണോ? ആ, അവന്റെ അമ്മയെ സുഖായി. പിള്ളേര് ഭയങ്കര ഹാപ്പി ആട്ടോ. കല്യാണം രസമുള്ള പരിപാടിയല്ലേ? കഴിച്ചു നോക്ക്.
കല്യാണത്തിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. എന്റെ ഭാര്യ. ആ ഹലോ, എന്തൊക്കെയുണ്ട്? ചേട്ടൻ എവിടെയാ? എന്താ വിളിച്ചിട്ട് എടുക്കാത്തെ? ഞാനേ ഭയങ്കര തിരക്കായി പോയി. നീ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴാണൊന്ന് ഫ്രീ ആയത്? ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് വരാം, വിളിച്ചിട്ടെ. വരണേ. ആ ശരി. ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോടോ. ഭാര്യയുടെ പേര് മോളൂന്ന്. ഇല്ല, അതെന്റെ മൊബൈൽ എടുത്ത് അവളെ സേവ് ചെയ്ത് വെച്ചാ. ശരിക്കും കല്യാണം ഒരു കലക്കം പരിപാടിയാ അല്ലേ? അങ്ങോട്ട് വിടും കാറ്റും കൊണ്ടിരിക്കുക ആശാര്. ക്ലീറ്റസേ, നിന്നെ ഇപ്പൊ കാണാൻ കിട്ടുന്നില്ലോടെ. ഓ, നമ്മളിവിടെ കാർ അവിടെ. കാർ ഞാൻ വിറ്റ് ജീവിച്ചു പോയിക്കോട്ടെ. ഉവ്വ നിങ്ങൾ പൂത്ത കാശുണ്ടാക്കിയവരൊക്കെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അവിടെ പറഞ്ഞോ? പിന്നെ നമ്മൾ തമ്മിൽ ചില പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അത് വിട്ടുകളാ. എടാ ഫണ്ട് ഓവർഫ്ലോ ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് പലിശടാ. നീ പൊക്കോ, കുറച്ച് സന്തോഷിച്ചിരിക്കുക. അതെ, പോട്ടെടാ ക്ലീറ്റസേ. ശരിയെന്നാ. ഒരു ഉളുപ്പില്ലാത്ത നാറികളല്ലേ. പലിശയും പലിശയും കൊണ്ട് ഉണ്ടാക്കിയ കാശാ. ക്ലീറ്റസ്, അല്ല സാർ, ബൈക്കുണ്ട്. അയാൾ പുറകെ വന്നാൽ മതി. കങ്കർ പിന്നല്ലോ. ഓ, വരൂല്ലേ? വരാം.